ഇത് കുളപ്പുറം സുഖുവിന്റെ ചായക്കട. അല്ല, ഇതെപ്പോഴാ അറിഞ്ഞേ? ഞാനിന്ന് രാത്രി അറിഞ്ഞു. എന്നാൽ നിനക്കൊന്ന് ഫോൺ ചെയ്ത് വിവരം പറഞ്ഞുകൂടായിരുന്നു? രാമേട്ടൻ ഇപ്പൊ തന്നെ അറിയിക്കണം. ഞാൻ അറിഞ്ഞ ഉടനെ വിളിച്ചു. മകനാ ഫോൺ എടുത്തത്. അവനോട് എന്ത് പറയാനാ? അച്ഛനോട് പീടി വരെ വരാൻ പറഞ്ഞു. അതേതായാലും നന്നായി. ഇനി മൂപ്പരെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞ് മൂപ്പര പ്രതികരണം എങ്ങനെയാന്ന് പറയാൻ പറ്റുമോ? നേരാ, 2 അറ്റാക്ക് കഴിഞ്ഞ ആളാ. എല്ലാം പോയടാ. എന്റെ അമ്മോ, തായ്ക്കുണ്ടി ശശി. അറിയിച്ചില്ലെങ്കിലും ഈ തായ്ക്കുണ്ടി ശശി അറിയും. എന്നെ അറിയിച്ചില്ലെങ്കിൽ ദൈവം പൊറുക്കൂലടാ, ദൈവം പൊറുക്കൂല. ആ, എല്ലാവരും ഉണ്ടല്ലോ. രാമേട്ടനെ അറിയിച്ചോ? ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് പൂട്ടിപ്പോയിക്കൂടെ? എന്തിനാടാ ഇതൊന്നും തുറന്നു വെച്ചിരിക്കുന്നത്? ഞാനത് ഓർത്തില്ല. പ്രഭാരം ടീം അത് വരുന്ന കേട്ടത് സത്യമാണോടാ? ഇന്നലെ പത്രത്തിൽ വന്നതല്ലേ? നിങ്ങൾ നേരത്തെ അറിഞ്ഞില്ലേ? ഇന്നലെ രാത്രി. എന്നാലും ഇതൊന്നും അറിയിക്കാമായിരുന്നില്ലേ? അല്ലെങ്കിലും അവർക്കൊക്കെ എന്തെങ്കിലും കാരണം കിട്ടാൻ കാത്തിരിക്കുക. രാമേട്ടൻ അറിയിച്ചോ? ആ, അറിയിച്ചു. ഇപ്പൊ വരൂ. എനിക്ക് ഭ്രാന്തി പിടിക്കുന്നു. ഞാനിപ്പം പോവും. ആരും എവിടെയും പോകുന്നില്ല. രാമേട്ടൻ വരുന്നത് വരെ. രാമേട്ടൻ പ്രഭാകര, രാമേട്ടാ, തിരിച്ചു കിട്ടില്ല രാമേട്ടാ. എന്താ ശശിയെ, എന്തു പറ്റി? കാര്യം പറ. പോയി രാമേട്ടാ. കാര്യം പറ. എന്താണോ കാര്യം? നിങ്ങൾ ആരെ കൊണ്ടൊക്കെ പറയൂ. എന്താ കാര്യം? കാര്യം പറയൂ. എന്താ അത്? ഇലക്ഷൻ തൊട്ട പാർട്ടി ഓഫീസ് പോലെ നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുന്ന എല്ലാവരും. നീയെങ്കിലൊന്ന് വായി തുറക്കൂ. ഇതെന്തത് കടയടച്ചിരിക്കുന്നത്? എന്തു പറ്റി? എന്താണത് എല്ലാരും മിണ്ടാ നിൽക്കുന്നത്? തുറന്നു പറയൂ, കാര്യം എന്താ? രാമേട്ടൻ വിഷമിക്കണ്ട. നമ്മളല്ലല്ലോ ഒന്ന് തീരുമാനിക്കുന്നേ, മുകളിലുള്ളവൻ തീരുമാനിക്കും, നമ്മളനുസരിക്കും. എന്താണോ കാര്യം? ഗുരുസ്ഥാനി അങ്ങയോട് ഞങ്ങളിന്ന് വിളിച്ചു വെക്കണം. എന്താ എന്താ പ്രശ്നം? അപ്പൊ ഇത്രയും കണ്ടിട്ടൊന്നും മനസ്സിലായില്ല അനിയേട്ടാ? അതൊന്ന് റീവൈൻഡ് ചെയ്ത് കൊടുത്തേ. ഇത്ര ഫാസ്റ്റ് ആക്കല്ലേ, ഒന്ന് സ്ലോ ആക്ക്.